നമ്മൾ തിരിച്ചറിയണം ഏത് ആദർശങ്ങൾ തമ്മിലാണ് ബദറിൽ യുദ്ധമുണ്ടായിട്ടുള്ളത്. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളുടെ ആദർശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ആദർശം എന്താണ്? സഹോദരങ്ങളെ, ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ബദർ അത് ഒരിക്കലും നമുക്ക് അതിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ അറിയുക, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ, അബൂലഹബും അബൂജഹലും അടങ്ങുന്ന മുശ്രിക്കുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് ആകാശഭൂമികളെല്ലാം പടച്ചത് അല്ലാഹു ആണെങ്കിലും അതിനെല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു ആണെങ്കിലും കാബയുടെ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണെങ്കിലും അല്ലാഹുവിന്റെ അമ്പിയാക്കളായ ഇസ്മായിൽ നബിയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും എല്ലാം അത് അല്ലാഹുവിന്റെ നബിമാരെന്ന് അംഗീകരിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന അമ്പിയാക്കളോട് നമ്മൾ തേടണം. അമ്പിയാക്കളോട് നമ്മൾ ശഫാഅത്ത് ചോദിക്കണം. സാലിഹീങ്ങളുടെ അടുക്കൽ പോയി നമ്മുടെ വേവലാദികൾ പറയണം. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന വിശ്വാസമായിരുന്നു മക്കയിലുള്ള മുശ്രിക്കുകൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ ഇസ്ലാമിന്റെ ആദർശം അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഓ ജനങ്ങളെ, നിങ്ങൾ പ്രാർത്ഥനകളും സഹായഘട്ടങ്ങളും മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് മാത്രമേ അർപ്പിക്കാവൂ. ഈ പറയുന്ന അമ്പിയാക്കൾക്കാകട്ടെ സാലിഹീങ്ങൾക്കാകട്ടെ ഇവർക്കൊന്നും ഇതിന് അവകാശമില്ല, അവർക്കൊന്നും അതിന് അധികാരമില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന ആദർശവുമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം നടത്തുകയാണ്. എന്നാൽ മുശ്രിക്കുകൾ അത് തയ്യാറാകുന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങളിതാ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നത് അവരിൽ നിന്നും ശുപാർശ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ ഉണ്ടായിരുന്ന ആ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ കുറിച്ച് വളരെ കൃത്യമായി സഹോദരങ്ങളെ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയാൻ, വയഅ്ബുദൂന മിൻ ദൂനില്ലാ, മക്കയിലുള്ള മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഒക്കെ പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർക്കൊന്നും തന്നെ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാനൊന്നും സാധിക്കുകയില്ല. എന്നാലും അവർ പ്രാർത്ഥിക്കും. എന്നിട്ട് അവർ വാദിക്കും, വയഖൂലുന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. നമ്മൾ ഇങ്ങനെ ലാത്തയോടും ഉസ്സയോടും മനാത്തയോടൊക്കെ പ്രാർത്ഥിച്ചാൽ ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇക്കൂട്ടർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായിട്ടുണ്ടാകും, നമുക്ക് നേർക്കുനേരെ പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. ഈ പറയുന്ന സാലിഹീങ്ങൾ അടുക്കൽ പോയി വേവലാദികൾ പറഞ്ഞാൽ അവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയും എന്ന് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ.